മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിക്ക് അഭിഹിതത്തിൽ ഗർഭമുണ്ടായെന്നുള്ള വാർത്ത, ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. കരുണയാണെങ്കിൽ ആദ്യമൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ വാർത്ത കേട്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് പോകേണ്ട, ഞാനും കമലേശ്വരത്തിലേക്കുണ്ട്. സ്വത്തുക്കൾ ആര് വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ എനിക്ക് ആ കണ്ണനും മഹാലക്ഷ്മി പിരിഞ്ഞു കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഒരിക്കലും അവർ ഒന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഉണ്ണിയേട്ടന്റെ കൂടെ ഞാനും കൂടി വരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കരുണയെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഉണ്ണി പറയുമ്പോൾ തന്നെ പ്രതാപനും മുത്തശ്ശിയും ആകെ ഷോക്കാവുകയാണ്. മോഹിനിയും ഇത്ര പെട്ടെന്ന് വഴക്ക് തീർന്നോ, ഈ ജന്മം മോള് നിന്റെ കൂടെ വരില്ല എന്നൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കരുതിയതെന്നൊക്കെ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ടെന്നൊക്കെ ഉണ്ണി പറയുകയാണ്. കരുണയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു വാർത്ത പ്രതാപനും മുത്തശ്ശിയും അറിയുന്നു. മോഹിനിയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ആകെ പേടിച്ചു പോവുകയാണ്. തന്റെ മകൾക്ക് എന്ത് പറ്റി എന്നൊക്കെ അറിയാനായിട്ട് അവൾ ആവേശം കൂട്ടുന്നുണ്ടെങ്കിലും ആ ശത്രുക്കൾക്ക് മുന്നിൽ അത് കാണിക്കാനായിട്ട് കഴിയില്ലല്ലോ. എന്തായാലും ഈ സമയം കരുണയും ഉണ്ണയും അവിടെ നിന്നും പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മോഹിനി അകത്തേക്ക് പോയിട്ട് മഹാലക്ഷ്മിയെ വിളിക്കുകയാണ്. മഹിയാവട്ടെ വയ്യാതെ ക്ഷീണിച്ച് കിടക്കണം. അങ്ങനെ മോളെ എന്ത് പറ്റി നിനക്ക്, നീ എന്തിനാ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത്, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ കാര്യമായിട്ട് എല്ലാം പറയുന്നുണ്ട്. അതായത് താൻ വീണു എന്നും ഇനി ആ വീട്ടിലിരിക്കുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലേഖയുടെയും അനന്തവേട്ടന്റെയും വീട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചെന്നും കണ്ണേട്ടന്റെ തീരുമാനം ആണിതെന്നൊക്കെ പറയുമ്പോ തന്നെ മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മോളെ, അപ്പൊ പിന്നെ ഇനി നിങ്ങൾ എപ്പോഴാ ഒന്നിക്കുക, അത് അറിയില്ലമ്മേ. കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രമേ ഇനി ഒന്നിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. പിന്നെ കണ്ണേട്ടൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ, അതെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ലമ്മേ, അവിടെയുള്ളവരൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുമ്പോ ഇവിടെയുള്ളവരൊക്കെ തന്നെ അത് അറിഞ്ഞു, ആഘോഷമാക്കിയിരിക്കണം. എന്നെ കുറെ കുറ്റപ്പെടുത്തി, പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. നിന്റെ അനിയത്തി കരുണ കമലേശ്വരത്തിലേക്ക് തിരികെ പോയി. അവൾക്ക് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു കാണണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ണി വന്ന് വിളിച്ചപ്പോ തിരിച്ചു പോയെന്ന് പറയുമ്പോ അത് നന്നായി, ഈ കാരണം കൊണ്ട് അവരൊന്നാവട്ടെ എന്നിങ്ങനെ മഹാലക്ഷ്മിയും പറയുന്നു. മോൾ എന്തായാലും സേഫായി തന്നെ ഇരിക്കണം. നീ എങ്ങോട്ട് പോയി എന്നറിയാതെ അമ്മാകെ ടെൻഷൻ അടിച്ചു. കടൻ എന്തായാലും നിന്നെ സേഫ് ആക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അവർക്ക് മുന്നിൽ എനിക്ക് ഒന്നും പറയാനായിട്ട് കഴിയില്ലല്ലോ. എന്തായാലും മോളെ കാണാൻ അമ്മ എത്താമെന്നൊക്കെ മഹാലക്ഷ്മിയോട് മോഹിനി പറയണം. പിന്നീട് ഉണ്ണിയും കരുണയും തിരികെ വീട്ടിലെത്തുകയാണ്. ഈ സമയം ദുർഗയാണ് വാതിൽ തുറക്കുന്നത്. മോള് വരുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. എങ്ങനെയുണ്ട് മോളെ, സന്തോഷായോ? ദൈവം കാത്തുവെച്ച ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് നമുക്കിത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു, ദൈവത്തിന് അറിയാം ആരുടെ മേലെയാണ് ന്യായമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുമിച്ച് തന്നത്. എന്തായാലും മോള് വന്നല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് എങ്ങനെയാ അമ്മേ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയുക? അയാളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് 4 എണ്ണം പറയണം. അത്രയ്ക്കും അയാൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. അയാൾ കാരണം കൊണ്ടാണല്ലോ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയത്. ഇപ്പോ തലയിൽ തൂക്കി വെച്ച ഭാര്യ തന്നെ അവസാനം ചതിച്ചിരിക്കുന്നു. അതും ചില്ലറ ചതിയാണ്, കൊടും ചതി, ക്ഷമിക്കാൻ കഴിയാത്ത ചതി. എന്തായാലും അയാൾക്കത് വേണം. അയാളുടെ ലിമിറ്റേഷൻസ് അറിയാതെയാണ് അയാൾ ഇത്രയും നാൾ അഹങ്കരിച്ചത് എന്നൊക്കെ പറയണം. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തി. ഇനി ഈ സ്വത്തുക്കളൊക്കെ തന്നെ നമുക്കുള്ളതാണ് മോളെ. നമുക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ളത്. ഇത് തന്നെ കരുണയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. സത്യത്തിൽ സ്വത്തുക്കളെക്കാൾ കൂടുതൽ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അവരുടെ ഈ വേർപിരിയൽ തന്നെയാണ്. അത് മാത്രം മതിയായിരുന്നു അമ്മ എനിക്ക്. എന്തായാലും ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ നേരെ ചെല്ലുന്നത് കണ്ണന്റെ റൂമിലേക്കാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ പലതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ കണ്ണേട്ട എന്ന് വിളിച്ചിട്ടാണ് അവൾ ചെല്ലുന്നത്. നീയോ, നീ ഇതപ്പോ വന്നു? എനിക്ക് വരേണ്ടി വന്നു. ഇനിയിപ്പോ ഞാനില്ലാതെ എങ്ങനെയാ? ഒരു മരുമകൾ എന്നേക്കുമായിട്ട് ഇവിടെ എല്ലാവരെയും പറ്റിച്ച് ചതിച്ച് കടന്നു കളഞ്ഞല്ലോ. ഞങ്ങളെയൊക്കെ പറ്റിക്കുന്നതിരിക്കട്ടെ, പക്ഷെ കണ്ണേട്ടൻ എങ്ങനെയാ അവൾക്ക് ഇങ്ങനെ പറ്റിക്കാനായിട്ട് കഴിഞ്ഞത്? ഒരിക്കലും ദൈവം മാപ്പ് കൊടുക്കില്ല. കണ്ണേട്ടൻ വിഷമിക്കണ്ട, കണ്ണേട്ടൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കാര്യം നമ്മൾ കുറച്ച് ശത്രുതയിലൊക്കെ ആയിരുന്നുവെങ്കിലും ഈ ഒരു അവസരത്തിൽ കണ്ണേട്ടനെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമല്ലോ. എന്തായാലും ഇനി പേടിക്കണ്ട. കണ്ണേട്ടൻ ഇനി ഒരു കല്യാണം കഴിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കിയേ മതിയാകൂ. വികലാംഗനായിട്ടുള്ള നിങ്ങൾക്ക് ആരാണ് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ത്യാഗം സഹിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാം? ഈ സമയം കണ്ണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നീ ഇതല്ല ഇതിനപ്പുറം പറയുമെന്ന് എനിക്ക് അറിയാമടി. നീ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എന്റെ മഹി, അവള് ത്യാഗമല്ല, എനിക്ക് വേണ്ടി എന്തും സഹിക്കുമെന്നൊക്കെ കണ്ണൻ മനസ്സിൽ ചിന്തിക്കണം. എന്തായാലും കണ്ണേട്ടൻ ഇനി ഒരു കാര്യം ഉറപ്പിച്ചോ, ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ, അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണന്റെ മനസ്സിൽ ഇടുത്തി വീഴുന്നത് പോലെയാണ് തോന്നുന്നത്. അവളെ ആ കുഞ്ഞിനെ അഥവാ പ്രസവിച്ചു എന്ന് തന്നെ വെക്കും,
ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്നേ ഉറപ്പാ. കണ്ണേട്ടനത് കണ്ട് സന്തോഷിക്കാം. കാരണം കണ്ണേട്ടനെ ചതിച്ചിട്ടാണ് അവള് പോയിരിക്കുന്നത്. എത്ര നന്നായിട്ടാ രാജ്ഞിയെ പോലെയല്ലേ കണ്ണേട്ടൻ അവളെ നോക്കിയത്. പക്ഷെ ഒരു നന്ദിയുമില്ലാതെ കണ്ണേട്ടനെ ചതിച്ചിരിക്കുന്നു. ആരാ കക്ഷിയെന്ന് അറിഞ്ഞോ? ആ മാർക്കോയാണോ? അവൾ അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അതോ ആ സാഗറോ? ഇവരെയൊക്കെ കൂടെ കൂട്ടണ്ടായെന്ന് ഞങ്ങൾ 1000 വട്ടം പറഞ്ഞതാണ്. ഇപ്പോ കണ്ണേട്ടന് തൃപ്തി ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണ എന്തായാലും ഇപ്പൊ വന്നതേ ഉള്ളൂ. എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു മടുപ്പിലിരിക്കുകയാണ്. കരുണ ചെല്ല്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ വിട്ടയക്കുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ കരുണ പറഞ്ഞ് ഓരോ വാക്കുകളായിട്ട് ഓർക്കുന്നുണ്ട്. എന്തായാലും അവൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഒന്നും സംഭവിക്കരുതെന്ന്. പിന്നീട് മേഘനാഥനാണെങ്കിൽ പുതിയ പദ്ധതികളാണ് ഒരുക്കുന്നത്. അങ്ങനെ സീമന്തിനിയോടും വാമദേവനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മേഘനാഥൻ പറയുന്നു. സ്വാതിയെയും വിളിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പലതും തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ തന്നെയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഇനി കണ്ണന്റെ ജീവിതത്തിലേക്ക് പുറമേ നിന്നും ഒരു മഹാലക്ഷ്മി വരരുത്. കുടുംബത്തിനകത്ത് നിന്ന് മാത്രമേ ഒരു പെണ്ണ് കണ്ണന്റെ ജീവിതത്തിലോട്ട് പോകാൻ പാടുള്ളൂ. അതിന് ഒരാൾ തയ്യാറായേ മതിയാകുള്ളൂ എന്നൊക്കെ പറയുമ്പോ സീമന്തിനിയും വാമദേവനും ചോദിക്കുന്നുണ്ട്, കുടുംബത്തിന്റെ അകത്ത് നിന്നോ? അങ്ങനെ കുടുംബത്തിനകത്ത് നിന്നും പോകാനായിട്ട് ആരാ തയ്യാറാവുക? നമ്മുടെ കുടുംബത്തിൽ ആരാ അങ്ങനെ അത്ര വലിയ ത്യാഗമൊക്കെ സഹിക്കാൻ ഉള്ളത്? അങ്ങനെ മേഘനാഥനാണെങ്കിൽ നോക്കുന്നത് നമ്മുടെ സ്വാതിയാണ്. സ്വാതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. മോനെ, നീ എന്തേ ഉദ്ദേശിക്കുന്നത്? ഇവളെ അവര് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാണോ? അതെ അച്ഛാ, കല്യാണം കഴിച്ചു കൊടുക്കണം. തന്ത്രപരമായി തന്നെ നമുക്ക് സ്വത്തുക്കൾ സ്വന്തമാക്കണം. സ്വത്തുക്കൾ ഒരിക്കലും പുറമേക്ക് പോകരുത്. അറിയാമല്ലോ, ആ ഉണ്ണിയും പിന്നെ കരുണയും എല്ലാവരും അവരുടെ സ്വത്തുക്കൾ നോട്ടമിട്ട് നടക്കുകയാണ്. പക്ഷെ ഇവള് കടന്റെ ഭാര്യയായിട്ട് അവനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും സ്വത്തുക്കളെല്ലാം നമുക്കായിരിക്കും കിട്ടുക. മഹാലക്ഷ്മിക്ക് എഴുതി കൊടുത്തതുപോലെ തന്നെ സ്വാതിയും അതുപോലെ നിന്നാൽ ഉറപ്പായിട്ടും കണ്ണൻ സ്വാതിയെ സ്നേഹിക്കും. പിന്നീട് സ്വത്തുക്കളൊക്കെ തന്നെ അവളുടെ പേരിലാക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചോടെ. കുറെ കഴിഞ്ഞാൽ അവനെ അങ്ങ് കളഞ്ഞ് ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാം. എന്തായാലും ഇതൊക്കെ കേട്ട് സ്വാതി ആണെങ്കിൽ ആകെ പകച്ചു നിൽക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.